മീന ദൊരൈരാജ്. തമിഴ് വംശജയായ പിതാവ് ദൊരൈരാജിൻ്റെയും കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ ചിറക്കൻ പാലാസിൽ നിന്നുള്ള മലയാളിയായ മാതാവ് രാജമല്ലികയുടെയും മകളായി ചെന്നൈയിലാണ് വളർന്നത്. ചെന്നൈയിലെ വിദ്യോദയ സ്കൂളിൽ പഠനത്തിന് ചേർന്നു. മീനയുടെ തിരക്കേറിയ അഭിനയ ഷെഡ്യൂൾ കാരണം 10ാം ക്ലാസ്സിൽ വിദ്യാഭ്യാസം നിർത്തേണ്ടി വരികയും ചെയ്തു. പിന്നീട് സ്വകാര്യ കോച്ചിങ്ങിലൂടെ ചെന്നൈയിലെ വിദ്യോദയ സ്കൂളിൽ നിന്ന് തന്നെ 10ാം ക്ലാസ് പൂർത്തിയാക്കി. 2006 മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓപ്പൺ യൂണിവേഴ്സിറ്റി സമ്പ്രദായത്തിലൂടെ ചരിത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടി. പരിശീലനം ലഭിച്ച ഒരു ഭരതനാട്യ നർത്തകിയാണ് മീന. തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ് എന്നീ 6 ഭാഷകളിൽ പ്രാവീണ്യമുള്ള വനിതയാണ് മീന. ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ വിദ്യാസാഗറിനെയാണ് മീന വിവാഹം കഴിച്ചിട്ടുള്ളത്. ആര്യവ്യാസ സമാജ കല്യാണ മണ്ഡപത്തിൽ വെച്ചാണ് ഇരുവരുടെയും വിവാഹം കഴിഞ്ഞത്. ഇവരുടെ മകളാണ് നൈനിക വിദ്യാസാഗർ. ജനനം 2011 ജനുവരി 1. 2016 പുറത്തിറങ്ങിയ വിജയ് ചിത്രമായ തെറി എന്ന ചിത്രത്തിലൂടെ നൈനിക വിദ്യാസാഗർ തൻ്റെ 5ാം വയസ്സിൽ അഭിനയ രംഗത്തേക്ക് പ്രവേശിച്ചു. മീന ബാലതാരമായിട്ടാണ് അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. നെജങ്ങൾ എന്ന തമിഴ് സിനിമയിൽ ബാലതാരമായിട്ടാണ് മീന അഭിനയ ജീവിതം ആരംഭിക്കുന്നത്. ശിവാജി ഗണേശനായിരുന്നു ഈ ചിത്രത്തിൽ നായകൻ. ഒരു പിറന്നാൾ വിരുന്നിനിടെ മീനയെ കണ്ടപ്പോൾ ഗണേശൻ മീനയെ സിനിമയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. ഒരു ഇതിഹാസ താരം തന്നെ കണ്ടെത്തിയതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നാണ് മീന പിന്നീട് പറയുകയുണ്ടായി. ഒരു പുതിയ കഥയിൽ എന്ന തമിഴ് സിനിമയിലാണ് മീന ആദ്യമായി നായികയായി അഭിനയിച്ചത്. മലയാളത്തിൽ ആദ്യമായി അരങ്ങേറ്റം കുറിച്ചത് സ്വാതന്ത്ര്യം എന്ന സിനിമയിലായിരുന്നു. പിന്നീട് മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ശ്രീനിവാസൻ, ജയറാം, മുകേഷ് തുടങ്ങിയ മുൻനിര നായകന്മാരുടെ കൂടെ അഭിനയിച്ചു. എങ്കിലും തമിഴിലും തെലുങ്കിലുമാണ് മീനയ്ക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിച്ചിരുന്നത്. മുത്തു, യജമാൻ, വീര, അഭിസന്മുഖി, ഉടമശ്രീ എന്നിവയാണ് തമിഴിലെ മീനയുടെ വിജയ ചിത്രങ്ങൾ. രജനീകാന്തിൻ്റെ കൂടെ ബാലതാരമായിട്ടും നായികയായിട്ടും മീന അഭിനയിച്ചിട്ടുണ്ട്. തമിഴ് സിനിമയായ മുത്തുജപ്പാനിൽ പ്രദർശന വിജയം നേടിയതോടുകൂടി മീനയ്ക്ക് അന്താരാഷ്ട്ര പ്രശസ്തിയും ലഭിച്ചു. മീനയുടേതായ ചിത്രങ്ങളിൽ മീനയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചിത്രങ്ങൾ തമിഴിലെ ഭാരതിക്കണ്ണമ്മ, ഷോക്ക്, തെലുങ്കിലെ സീതാരാമയ്യ ഗൗരി, മണവാതിലും, മലയാളത്തിൽ ശാന്തനും, കന്നഡയിൽ ആദിമുത്തു എന്നിവയാണ്. പിന്നണി ഗായിക മീന മനോജ് ഭാരതിയുടെ കൂടെ ചില ആൽബങ്ങളിൽ പാടിയിട്ടുണ്ട്. കാതൽ സടുകുടു എന്ന തമിഴ് ചിത്രത്തിൽ ഒരു ഗാനം മീന പാടുകയുണ്ടായി. തമിഴ് നടനായ വിക്രമിൻ്റെ കൂടെ 16 വയതിനിലെ, കാതലിസം എന്നീ പോപ്പ് ആൽബങ്ങളും മീന പുറത്തിറക്കുകയുണ്ടായി.